അങ്ങനെ ഉടുമ്പ് തുരുമ്പായി. ഈ പന്നിയെ കിണറ്റിന്നെടുക്കാൻ ആശുപത്രി ചിലവെല്ലാം കൂടെ 17,210 രൂപ 50 പൈസയായി. അപ്പൊ ഈ ഇംഗ്ലീഷിനെ കിണറ്റിന്ന് പൊക്കിയെടുക്കാൻ കൊണ്ടുവന്ന ട്രെയിനിന്റെ കായൂടെ കൂട്ടിയാ? ഓ, ട്രെയിൻ അല്ല ബഷീറെ, ക്രെയിനാ. അല്ല, 4-ൽ 1 നമ്മൾ കൊടുത്തോളൂ. ബാക്കി 3 പേരും വിജയന്റെ ആൾക്കാരായിരുന്നല്ലോ. അതെ, കറക്റ്റ്. ഓടുമ്പോ ഈ മോന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ഫ്രണ്ടിൽ പൊട്ടക്കിണറുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു നീ അവന്മാരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന്. എത്ര കൂട്ടിയിട്ട് 6,500 രൂപയുടെ ബില്ലാണ് എനിക്ക് പിടികിട്ടാത്തത്. അതെ, ആ കൂട്ടത്തില് എന്റെ ഹെർണിയുടെ ഓപ്പറേഷൻ അങ്ങ് നടത്തി. ഈ ഉടുമ്പിന് എപ്പോഴാ ഇഴഞ്ഞ് വീട്ടിലേക്ക് പോണത്? ആരും വിഷമിക്കണ്ട, ഈ കിട്ടിയതൊക്കെ മാറിയിട്ടേ പതുക്കെ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. എന്താ, സമാധാനായില്ലേ? ഈശ്വരാ, കിട്ടിയവനാണെങ്കിലും കൊണ്ടതെനിക്ക. ഇത്രയ്ക്കായ സ്ഥിതിക്ക് എനിക്ക് അവനെ നേരിട്ടൊന്ന് കാണണം. അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഒരാളുടെ ബില്ല് ഇതാണെങ്കിൽ 3 പേരുള്ള വിജയന്റെ ബില്ല് എന്തായിരിക്കും? രൂപ 40,000 പൊട്ടിയത്. 5 ബിയിലെ രാധയുടെ സ്മരണ പുതുക്കിയപ്പോൾ തൃപ്തിയായല്ലോ. എന്നിട്ട് നീ വെളുത്തോ? അതുമില്ല. വിജയ, എന്റെ അച്ഛൻ പോലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അച്ഛന് ഊമയായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇവരെ 3 പേരെയും പാക്ക് ചെയ്തില്ലെങ്കിൽ വിജയന്റെ തനി സ്വരൂപം നീ കാണേണ്ടി വരും. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള കാശ് ആര് കൊടുക്കും? കാശോ? 9 ബില്ലുണ്ട്, 3 പകുതി. ഇത് എവിടുത്തെ ഗുണ്ടകളാണ് ഇത്? പോക്ക് കണ്ട. ഈ വടക്കേപ്പറമ്പിൽ 5-6 പൊട്ടക്കിണറുണ്ടായിട്ടും ഇവന്മാരെല്ലാവരും കൂടെ കൂടി ഒരു കിണറ്റിൽ ചാടി എന്താന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഒത്തൊരുമ. വിജയ, മാധവൻകുട്ടി ഇടഞ്ഞാണല്ലോ. വൃത്തിയാണ് കാണിക്കാതെ വണ്ടി എടുത്ത് മാറ്റാം. മാധവൻകുട്ടി വണ്ടി ചവിട്ടിയത് എടുത്തു മാറ്റാനല്ല, നിന്നൊന്ന് നേരെ കാണാനാ. അത് ഈ പെരുവഴിയിൽ വെച്ച് തന്നെ വേണോ? രാജശേഖരന്റെ മക്കൾ തമ്മിൽ തല്ലുന്നത് നാട്ടുകാരെ കാണിക്കണോ? കാണട്ടാ, രാജശേഖരൻ ഒറ്റ മകനേ ഉള്ളൂ, അത് ഈ മാധവൻകുട്ടിയാ. നീ എന്നെ ആളെ വിട്ട് തല്ലിക്കൊല്ലടാ, തന്തയ്ക്ക് പറക്കാത്തവനെ. നിന്റെ അമ്മയെ താലി കെട്ടുന്നതിന് മുമ്പ് അച്ഛൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചാണ് എന്റെ അമ്മയെ. അച്ഛന്റെ ചിത കത്തുമ്പോൾ ഒരു അന്യനെ പോലെ നോക്കി നിൽക്കേണ്ടി വന്നില്ലേ നിനക്ക്? ആ മനുഷ്യന്റെ പേര് പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല. എന്താ കാണിച്ചു തരാടാ എന്റെ യോഗ്യത? അവിടെ കിടന്ന് കിളിക്കട്ടെ. മാധവൻകുട്ടിയുടെ കൊളമാണ് ഞരമ്പേ. ഇതെന്താടാ ഗുരുവായൂരമ്പലത്തിലെ ശയന പ്രദർശനം? നമസ്കാരം സാർ. റോഡ് ബ്ലോക്ക് ചെയ്ത് തമ്മിൽ തല്ലാൻ ഈ റോഡ് നിന്റെ ഒന്നും തന്തമാണോ? വേണ്ട, ഇവരുടെ രണ്ടുപേരും തന്തമാർ ഒന്നാണ് സാർ. നിനക്ക് ഞാൻ നേരത്തെ ഒരു താക്കീത് തന്നാ. ഇൻസ്പെക്ടർ, ഹായ് അളിയൻ. സർ, അവരെ വിട്ടേക്ക്, നമുക്ക് പോവാം. ശരി സർ. വണ്ടി കയറോ? അളിയോ അളിയോ, ജഡ്ജി അളിയോ. അളിയനോ? അളിയാന്ന് നീ ഇത് അഴിക്കണോ അല്ല മുറുക്കണോ? അമ്പലം അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ എത്താൻ പറ്റോടാ? ഇതിപ്പോ കഴിയും. എന്നാലും നിന്റെ ബർത്ത്ഡേ ആയിപ്പോയി. രാവിലെ തന്നെ പഞ്ചർ. എങ്ങനെയാ നിന്നെ കണി കണ്ടല്ലേ ഇറങ്ങിയ രാവിലെ? മുക്കിക്കൊണ്ട് നിൽക്കാണ്ട് മുറുക്കടാ. പോ അതിനെ പോ. അപ്പൊ ടൈറ്റ് ആക്കട്ടെ. ഒരു വീൽ ഊരിപ്പോയാലും വേണ്ടില്ല, കാരണം വേണ്ടില്ല. ചായ കുടിക്കാത്ത എന്നെ ചെളിവെള്ളം കുടിപ്പിച്ചല്ലേ?
ഇറങ്ങടാ അങ്ങോട്ട്. പെണ്ണാണല്ലേ? അല്ല നിങ്ങൾക്കെന്താ ചെളികോരലാണോ പണി? ചുമ്മാ ഒന്ന് ഹെൽപ്പ് ചെയ്താണ് അവളിറങ്ങി. എടോ ഞാൻ ഹോൺ അടിച്ചതല്ലേ? നട റോഡിലാണോ വണ്ടി പാർക്ക് ചെയ്യുന്നത്? പിന്നെ വണ്ടി പഞ്ചറായി നിന്റെ തറവാട്ടിൽ അടക്കളയെ കൊണ്ട് പാർക്ക് ചെയ്യണോ? കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കണം. മാനേഴ്സ് ഇല്ലാത്ത വർഗം. ആരടി ഞങ്ങക്ക് മാനേഴ്സ് ഇല്ലാന്ന് പറഞ്ഞേ? ചെവിയേക്കില്ലേ? അത് ഇവിടെയല്ലേ ഇപ്പൊ പറഞ്ഞത്. ഹലോ, അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഇതിന് പരിഹാരം ഉണ്ടാക്കിട്ട് പോയാ മതി. കുളിക്കാറുണ്ടെങ്കിലേ വീട്ടിൽ പോയിട്ട് വൃത്തിയായിട്ട് കുളിച്ചാ മതി. എന്തോന്ന് ഡ്രസ് ചെയ്ത് നല്ല മിടുക്കി കുട്ടി. മിടിക്കോ? നമുക്ക് മാനേഴ്സ് ഇല്ലെന്ന് നമ്മൾ കുളിക്കാറില്ലെന്ന് എന്ത് കിടലായിട്ട് അവള് പറഞ്ഞു. ഇതിനൊരു പണി കൊടുക്കണം. അവൾക്കൊരു എല്ലു കൂടുതലാ. കുറച്ച് തുണിയുടെ കുറവും. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ, ഈ മത്സരത്തെ കൂടി തോറ്റാൽ ഉടുതുണി മുഖത്തിട്ടേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. എന്ത് വില കൊടുത്തും ഈ കൊല്ലം നമ്മൾ കപ്പെടുത്തിരിക്കും. ഇത് വിജയന്റെ വാക്ക്. എനിക്കത്ര പ്രതീക്ഷയില്ല. എനിക്കുമില്ല. അതിന് കളിക്കുന്നത് ഇവരല്ലേ, നീ അല്ലല്ലോ. എന്താ നിങ്ങൾക്ക് പ്രതീക്ഷയില്ലേ? പ്രതീക്ഷയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ അത്ര ബ്രീത്ത് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ക്യാച്ചോ? ക്യാച്ചിൽ അവരെ നമ്മളെടുക്കമാരി. അപ്പൊ പിന്നെ പ്രതീക്ഷയുള്ളത് ആർക്കാണ്? ഒരാൾക്ക് നല്ല പ്രതീക്ഷ. ആർക്ക്? മാധവൻകുട്ടിക്ക്. എന്നാ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. പ്രാക്ടീസിനുള്ള സമയമായല്ലേ? ബാർ പൂട്ടും. ചുമ്മാ നല്ല ബ്രീത്ത് കിട്ടാത്ത. അപ്പൊ ഞങ്ങളങ്ങോട്ട് അങ്ങനെ അങ്ങ് വളയല്ലേ. ഈ മെയ്വഴക്കം ഗ്രൗണ്ടിനും കാണിക്കണം. ആ പ്ലേയേഴ്സ് വിട്. അവർക്കും വേണ്ടേ സ്പോർട്സ്മാൻ സ്പിരിറ്റ്? ഈ കപ്പിന് വേണ്ടി രൂപ എത്രയാ ഞാൻ ചെലവാക്കിയെന്ന് അറിയാം? ഇല്ല. 75,000. 75,000 രൂപയ്ക്ക് എത്ര കപ്പ് മേടിക്കായിരുന്നു? എത്ര കുപ്പി വാങ്ങാൻ? അത് കറക്റ്റ്. ഈശ്വര, കളി ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഈ 2 ബാധകളെ എന്റെ ശരീരത്തിൽ നിന്ന് ഒഴിച്ചു തന്നാൽ മതിയായിരുന്നു. വിജയ, ഒന്നുകിൽ കളി ജയിക്കണം, അല്ലെങ്കിൽ കളി നടക്കാൻ പാടില്ല. അതല്ലേ വേണ്ടു? അതെ. ട്രോഫി ഇരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിലല്ല, പ്രസിഡന്റിന്റെ വീട്ടിലാണ്. അത് നമ്മൾ ഈ രാത്രി പൊക്കുന്നു. ട്രോഫി ഉണ്ടെങ്കിലല്ലേ മത്സരം നടക്കൂ. സംഗതി ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ദൈവമേ, കുടുംബത്തിൽ പിറന്ന ചാണകം. നീ എന്താ സദ്യക്ക് പായസം ഇളക്കണ മാതിരിയാണോ ചാണകം? നല്ല രീതിയിൽ ഇളകണ്ടേ? മര്യാദയ്ക്ക് ഇളക്കണം. നല്ല വേവ്. തെക്കേലെ ജാനുവിന്റെ പശുവിന്റെ ചാണകമായതുകൊണ്ടാ നല്ല മണം. നീ ജാനുവിന്റെ വിശേഷം പറയാണ്ട് മര്യാദയ്ക്ക് ഇളക്കാൻ. ബ്ലൗസ് ഇട്ട് ഇളക്കിയാ മതിയായിരുന്നു. അല്ല, ഗ്ലൗസ് ഇട്ട് ഇളക്കിയാ മതിയായിരുന്നു, കയ്യിലെന്നാവില്ലായിരുന്നു. മാധവൻകുട്ടി, വാ. ഇപ്പൊ സമയം എന്തായി? 1:30. ഇനി 1/2 മണിക്കൂർ കൂടിയുള്ളൂ. എന്തിനാ? 2 മണിക്ക്. ഞാൻ പറഞ്ഞു കൊടുക്കും. എടാ, മോളെ പോവാൻ വല്ല വഴിയുണ്ടെങ്കിൽ പറയാൻ. അത് ഫ്രണ്ടിലെ വാതിൽ തുറന്ന് അതുവഴി കയറിപ്പോ. അയ്യോ, എടാ, മോളെ പോവാൻ വല്ല കൂനുണ്ടെങ്കിൽ പറയാൻ. ഇത് വലിയ നീ എന്താ ടോർച്ച് മുറ്റത്തേക്ക് അടിക്കുന്നത്? അവരൊക്കെ അകത്തല്ലേ? അതിനൊക്കെ കാര്യമുണ്ട്. വാ വാ, എല്ലാ സ്ഥലത്തും നമ്മൾ ടോർച്ച് അടിച്ച് നോക്കണം. മോഷ്ടിക്കാൻ പോകുമ്പോ അങ്ങനെ. അത് ജനാലല്ലേ? ഇവിടുന്ന് വാതിലെന്തി ഇവിടെ കൊണ്ടുവച്ചിരിക്കും. അടച്ചിട്ടിരിക്കുക. കുത്തി തുറന്ന് കേറിയാൽ തന്നെ കപ്പ് ഏത് റൂമിലാന്ന് എങ്ങനെ അറിയും? ചിത്രാംഗതനെ വിളിച്ചു ചോദിച്ചാലോ? ചിത്രാംഗതനെ ഇടിച്ച് അകത്ത് കയറാനുള്ള വഴി നോക്ക്. അത് പറഞ്ഞാ പോരെ, ഞാൻ കണ്ടുപിടിക്കൂലേ? ഓ, ഇത് ലോക്കാ. എവിടെ പോയി നോക്കി? ബിജു, ഇവൻ എവിടെ പോയി കിടക്കുന്നു? ബിജു, എന്തോ? ഞാൻ നോക്കിട്ടൊരു വഴിയും കാണുന്നില്ല. ഇതാര് തുറന്നു? ഞാൻ തുറന്നു. എങ്ങനെ തുറന്നു? അതിന് ബുദ്ധി വേണം, ബുദ്ധി. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. വാ. ഈശ്വര, ഇതെങ്ങനെ തുറന്നു? വിജയ, നീയാ? പേടിപ്പിച്ചാൽ അവർക്ക് ഈ കപ്പെടുത്ത് ഡൈനിങ് ടേബിൾ വെച്ചിട്ടായിരുന്നു. എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകാലോ. മിണ്ടരുത്. 2 പേരും ഒരു വഴിക്ക് പോകണ്ട. ഞാൻ ഈ വഴി പോ, നീ ആ വഴി പോ. നീ ആദ്യം കപ്പ് കാണുവാണെങ്കിൽ ഒരു വിസില്, ഞാൻ ആദ്യം കാണുവാണെങ്കിൽ ഒരു വിസില്. എങ്ങനെയാ വിസില്? അവൾക്കൊരു എല്ലു കൂടുതലാ. അതെന്തായാലും നന്നായി. ജാനുവിന്റെ ചാണകവും മാധവൻകുട്ടിയുടെ മൂത്രവും തകർക്കാൻ പറ്റാത്ത വിശ്വാസം. ബെസ്റ്റ് കോമ്പിനേഷൻ. ഞാൻ മോളിൽ ചെല്ലുമ്പോ നീ ബക്കറ്റ് പൊക്കി തന്നാ മതി. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അല്ല, ഞാനും കൂടെ മുകളിലോട്ട് വരാം. മാധവൻകുട്ടി, എന്തിനാടാ? അവൾ ഉറങ്ങിക്കിടക്കുന്ന സംഭവങ്ങൾ എനിക്കൊന്ന് കാണാലോ. അവിടെ ഷക്കീലയുടെ ചിത്രമൊന്നല്ല, ജനലമ്മ തൂങ്ങി കിടന്ന് കാണാനായിട്ട്. എന്നാലും നിന്റെ കണ്ണിന് മതിയാവുമ്പോ എന്നെ വിളിച്ചാ മതിയേ. ഞാൻ എന്റെ കണ്ണ് തന്ന് സഹായിക്കാം. നല്ല പയ്യനാടാ ഞാൻ. നന്നായിട്ട് പിടിക്കേ. വലിച്ചോ, വലിച്ചോ.
എന്താണ് നോക്കി നിൽക്കുന്നത്? എടാ ഇത് വലിച്ചെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു വിടറാ. കിടപ്പ് കണ്ട പെറ്റ തള്ള പോലും സഹിക്കില്ലടാ, ഒഴിക്കണോ? മൂത്രം മാത്രമേ നിന്റേതുള്ളൂ, ചാണകം എന്റേതാ. വലിച്ചെടുത്ത് ഒഴിയടാ പട്ടി. ഒഴിക്കണം. കേരളത്തിൽ ഒരാൾ മാത്രമേ പറയുള്ളൂ, സ്വന്തം ചാണകത്തിന് അവകാശം പറയുന്നവൻ. ആരുമില്ല. ഒഴിക്കണോ? എടാ ഒഴിക്കാൻ, ഒഴിക്കാൻ. അയ്യോ, ദയവ് ചെയ്ത് ബഹളം വെക്കരുത്. എന്റെ പേര് മാധവൻകുട്ടി. കക്കാൻ വന്നതല്ല, കുട്ടിയെ കണ്ട് മാപ്പ് പറയാൻ വന്നതാ. ഈ പാതിരാത്രിയിലോ? തന്റെ വേഷം കിട്ടലൊന്നും എന്നെ അടുത്ത് വേണ്ട. ഞാൻ ഇപ്പൊ ബഹളം വെക്കും. സത്യമായിട്ട് ഞാൻ കക്കാൻ വന്നതല്ല, എന്നെ വിശ്വസിക്കണം പ്ലീസ്. ഇത് 5 പവന്റെ മാലയാ. കക്കാൻ വന്ന കള്ളൻ ഇതുവരെ ഓണർക്ക് സ്വർണം കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. ഞാൻ കള്ളനല്ലെന്ന് ബോധ്യമാകുമ്പോ തിരിച്ചെന്നാ മതി. ഇന്ന് എടുത്തോ. ഞാൻ വന്ന കാര്യം ആരോടും പറയരുത്, ഞാൻ പോയിക്കോളാം. അത് തന്നെ വേണോടാ പട്ടി. നീ അല്ലേ പറഞ്ഞത് ഇവിടെ തന്നെ നിക്കണം, മാറില്ലേ എന്ന്? പിന്നെ ഞാൻ ഒഴിക്കാൻ പറഞ്ഞു, നീ ഒഴിച്ചു. വളരെ സന്തോഷം. എന്നെ ഇനി എന്തിനു കൊള്ളാമോ എന്തോ. അതൊക്കെ മാധവൻകുട്ടി, നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണം. നിന്റെ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്തിനാ? നിനക്ക് ഷുഗർ ഉണ്ടോന്നൊരു സംശയം. നല്ല മധുര. അത്രയ്ക്ക് മധുരമുള്ളത് കൊണ്ട് ഞാൻ അറിയാതെ അരബക്കറ്റ് കുടിച്ചു.